ഉദയാമിനിയിൽ ഒഴുകും നിലാവലയിൽ മന്ദം മന്ദം വീശും തെന്നൽ മാലാഖമാരൊത്തു പാടി ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് ഒരുക്കധ്യാനം തുടരുകയാണ്. നാം പുൽക്കൂട്ടിലെത്തി നമ്മുടെ ജീവിതത്തെ രക്ഷകൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ആ പുൽക്കൂട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും പുനർസമർപ്പിക്കാനും നാം തീരുമാനമെടുക്കുകയാണ്. ജ്ഞാനികളെപ്പോലെ ആ പുൽക്കൂട്ടിൽ നിന്നും വേറെ വഴികൾ കണ്ടെത്തി ഈ ചൈതന്യധാര പ്രവഹിപ്പിക്കുന്ന പുതിയ പുതിയ വഴികൾ കണ്ടെത്തി യാത്ര തുടരാൻ നാം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പുൽക്കൂട്ടിൽ ഒരു കുടുംബത്തെ നാം കണ്ടെത്തി. ഈ പുൽക്കൂട്ടിൽ മഹോന്നത മാതൃകയായ ഒരമ്മയെ നാം കണ്ടെത്തി. ആ മാതൃത്വം വളർന്ന് 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 ലോകത്തെ മുഴുവനും തലമുറകളെ മുഴുവനും ഉൾക്കൊള്ളുന്ന വിശ്വമാതൃത്വമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. രക്ഷകൻ്റെ അമ്മയായി അവിടെ നാം കണ്ടെത്തിയ കുടുംബം രക്ഷയുടെ കുടുംബം. എങ്ങനെയാണ് ഒരു കുടുംബം രക്ഷിക്കപ്പെടേണ്ടത്, രക്ഷിക്കപ്പെടുന്നത് എന്ന് പാഠങ്ങൾ നൽകുന്ന വലിയൊരു പാഠപുസ്തകമായി നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടു. എന്നാൽ ഇത് ദൈവപുത്രനാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുന്ന അനേകരുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഒരു ന്യൂനപക്ഷത്തിന് മാത്രമാണ് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിച്ചത്. ലോകത്തിൻ്റെ രക്ഷകൻ ഈ ലോകം മുഴുവനും സ്വീകരിക്കപ്പെടണം. അപ്പോൾ രക്ഷകൻ പിറന്നു എന്നുള്ളത് ഒരു രക്ഷയുടെ അനുഭവമായി മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് അർത്ഥപൂർണമാക്കി തീർക്കുന്നത്. പിതാവിൻ്റെ പദ്ധതി നിറവേറ്റപ്പെടേണ്ടത് ഈ ക്രിസ്തു സ്വീകൃതനാകുന്നതിലൂടെയാണ്. സാധാരണ ഈ ശിശുവിലേക്ക് നോക്കുമ്പോൾ ഒരു സാധാരണ ശിശു, വിശുദ്ധ കുർബാനയിൽ അപ്പത്തിലേക്ക് നോക്കി ഇതൊരപ്പം എന്ന് ചിന്തിക്കുന്ന, തർക്കിക്കുന്ന ആ ഒരു മനോഭാവത്തോടെ ഈ ശിശുവിലേക്ക് നോക്കുമ്പോഴും ഒരു മനുഷ്യ ശിശു. എന്നാൽ ഈ രക്ഷകനെ കാണാൻ വേണ്ടി പ്രായാധിക്യത്തിലെത്തി ബാഹ്യമായ കണ്ണുകൾ, ആ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും ഹൃദയത്തിൻ്റെ കണ്ണുകൾ, ഉൾക്കണ്ണുകൾ തുടർന്ന് കാത്തിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഒരഭിഷിക്തനുണ്ടായിരുന്നു.
ഈ രക്ഷകനെ പറ്റി മറ്റുള്ളവരോട് പറയാൻ ഒരു പ്രവാചിക, 84 വയസ്സുള്ള ഒരു പ്രവാചിക അയക്കപ്പെട്ടിരുന്നു. ദേവാലയം വിട്ടുപോകാതെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദേവാലയത്തിൽ കഴിയുന്ന അന്ന എന്ന പ്രവാചിക. 84 വയസ്സുണ്ട്. അവൾ കാത്തിരിക്കുന്നത് ഈ ദർശനത്തിന് വേണ്ടിയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ ഈ മനോഹരമായ സംഭവം വിശദീകരിക്കുന്നുണ്ട്. യെരുശലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശിമയോൻ്റെ യോഗ്യതകൾ, യേശുവിനെ തിരിച്ചറിയാൻ പ്രാപ്തനാക്കിയ യോഗ്യതകൾ: അവൻ നീതിമാനായിരുന്നു, അവൻ ദൈവഭക്തനായിരുന്നു, അവൻ പ്രത്യാശയോടെ ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നവനാണ്. അപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടാൽ നിരാശയാണ്. പ്രത്യാശ പുലർത്തുക, അതാണ്. ഈ കണ്ണുകൊണ്ട് അരക്ഷകനെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവൻ, കണ്ടു കഴിഞ്ഞപ്പോൾ ഇനിയും ദാസനെ വിട്ടയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവൻ, പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗം, ശിശുവിനെ സ്വീകരിച്ചത് പരിശുദ്ധ അമ്മ, പോറ്റി വളർത്താൻ നിയോഗിതനായ വിശുദ്ധ യൗസേപ്പ്, അതോടൊപ്പം ഈ ശിശുവിൻ്റെ വരവിന് വേണ്ടി ശിശുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കാൻ ഒരു സ്നാപകൻ. എന്നാൽ ലോകത്തോട് മുഴുവനും ഈ ശിശുവിനെ എടുത്തുയർത്തിക്കൊണ്ട് ഇവൻ ദൈവപുത്രനാണ് എന്ന് ആശ്വാസം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രത്യാശയാണ് എന്ന് പ്രഖ്യാപിക്കാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് ഒരുവനെ ദൈവം അയച്ചു. അവനാണ് ശിമയോൻ. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിൽ വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. അപ്പം മാതാപിതാക്കൾ, ഇപ്പം പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചും യൗസേപ്പിനെ സംബന്ധിച്ചും സവിശേഷമായ ആ ഒരു അഭിഷേകം ലഭിച്ചവരാണ്, വെളിച്ചം ലഭിച്ചവരാണ്. പക്ഷേ അന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയരായി ജീവിക്കാൻ അവർ തയ്യാറായി. ഈ ശിശു പുതിയൊരു ആത്മീയതയ്ക്ക് വേണ്ടി അയക്കപ്പെട്ട ദൈവപുത്രനാണ് എന്നുള്ളത് കൊണ്ട് നിലനിൽക്കുന്ന നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവർ നിലപാടുകൾ സ്വീകരിക്കുകയല്ല, അന്ന് ചെയ്യേണ്ടതെല്ലാം യഹൂദ നിയമം അനുശാസിക്കുന്നതെല്ലാം നിറവേറ്റാൻ തയ്യാറായി. ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. കാരണം കാണേണ്ടത് കണ്ടു കഴിഞ്ഞു. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അപ്പോൾ ഈ പൈതലിനെ കർത്താവായി കാണാൻ കഴിയുക എന്നാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മാത്രം സാധിക്കുന്നതാണ് എന്ന് കൊരിന്തോസുകാർക്കെഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ഏറ്റുപറയാനാവൂ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ ശിമയോൻ ഇവിടെ ഏറ്റുപറയുന്നത് അതാണ്, യേശു കർത്താവാണ് എന്ന്. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്.
അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. അപ്പോൾ അത് ഏതാനും സംഭവങ്ങളിൽ അവസാനിക്കുന്ന ഒരു നിയോഗമല്ല. മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ വാൾ കടക്കുമെന്ന് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായി ശമയോൻ പ്രഖ്യാപിക്കുകയാണ്. ആ വാള് ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം ഓർമ്മിക്കേണ്ട ഒരു കാര്യം. മറിയത്തിൻ്റെ നിത്യരക്തസാക്ഷിത്വം കൂടി ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നു. 1947 പെരീന ഗില്ലിക്ക് പ്രത്യക്ഷപ്പെട്ട സംഭവം നമുക്കറിയാം. റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ ആ ഒരു പിൻപിലുള്ള ആ ദർശനത്തിൻ്റെ പിൻപിലുള്ള ആ സന്ദേശം നമുക്കറിയാം. പെരീന ഗില്ലി ഒരു നേഴ്സായിരുന്നു. ഒരിക്കൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ 3 വാള്. ഈ വാള് കണ്ട് പെരീന ഗില്ലി വല്ലാതെ വേദനിച്ചു, ഭയപ്പെട്ടു. പെരീന ഗില്ലി പറഞ്ഞു, അമ്മേ ഇതെന്താണ്? അമ്മ പറഞ്ഞു, എൻ്റെ സമർപ്പിതരെയും വൈദികരെയും പ്രതിയാണ്. പെരീന ഗില്ലി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാൻ പറ്റും? പരിഹാരം എന്താണ്? അമ്മയുടെ ഹൃദയം പിളർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അമ്മ ചോദിച്ചു, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? അവൾ പറഞ്ഞു, ഞാൻ തീർച്ചയായും പ്രാർത്ഥിക്കും. ഒരു വാള് പോയി, പകരം ഒരു പുഷ്പം വിടർന്നു. നീ അവർക്ക് വേണ്ടി ഉപവസിക്കുമോ? അവൾ പറഞ്ഞു, ഞാൻ തീർച്ചയായും ഉപവസിക്കും. രണ്ടാമത്തെ വാൾ നീങ്ങി, വീണ്ടും ഒരു പുഷ്പം. വീണ്ടും പരിശുദ്ധ അമ്മ ചോദിച്ചു, നീ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുമോ? അവൾ പറഞ്ഞു, ഞാൻ തീർച്ചയായും പ്രായശ്ചിത്തം അനുഷ്ഠിക്കും. മൂന്നാമത് പുഷ്പം. പ്രിയപ്പെട്ടവരെ, വളരെ അർത്ഥപൂർണമായ വെളിപ്പെടുത്തലാണത്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ വാൾ കടത്തുന്നവരാണ് ഞാനും നിങ്ങളും എന്നുള്ള ആ ഒരു സത്യം നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അമ്മയുടെ ഹൃദയത്തിൽ വാൾ കടക്കണമെന്നുണ്ടെങ്കിൽ യേശു നിന്ദിക്കപ്പെടണം. യേശുവിൻ്റെ രക്ഷണീയ കർമ്മങ്ങളുടെ അർത്ഥവും ആഴവും പൂർണ്ണമായും പിന്തുടർന്ന് അനുഭവിച്ച് അറിഞ്ഞവളാണ് പരിശുദ്ധയമ്മ. ആ രക്ഷണീയ കർമ്മങ്ങൾ ഫലരഹിതമാകത്തക്കവണ്ണം പ്രവർത്തിക്കുന്നവരിലൂടെ പരിശുദ്ധയമ്മ വീണ്ടും നൊമ്പരപ്പെടുന്നു, വേദനിക്കുന്നു എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു പ്രവചനപരമായ ആ ഒരു പ്രഖ്യാപനത്തെ സംബന്ധിച്ചാണ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ വാൾ. അമ്മ അസ്വസ്ഥയായില്ല. അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് ചെയ്തത്. എത്ര വാൾ, എങ്ങനെ, എത്ര കാലത്തേക്ക് ഒന്നും പരിശുദ്ധ അമ്മ ചോദിച്ചില്ല. പരിശുദ്ധ അമ്മയ്ക്ക് അന്നു മുതൽ, യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് മുതൽ ആ രക്തസാക്ഷിത്വം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. യേശുവിനെ സ്വീകരിക്കുന്നവർ, യേശുവിനെ നൽകാൻ തയ്യാറുള്ളവർ, യേശുവിനെ അത്രമാത്രം ജീവന് തുല്യം, ജീവനപ്പുറം സ്നേഹിക്കുന്നവർ ഈ രക്തസാക്ഷിത്വത്തിൽ ഭാഗവാക്കായിക്കൊണ്ടേയിരിക്കും. കാരണം യേശു ക്രിസ്തുവിനെ വേദനിപ്പിക്കുന്ന ആ പാപം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ നാം പ്രത്യേകം കണ്ടെത്തേണ്ട ഒന്നുകൂടിയാണ് പരിശുദ്ധ അമ്മ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ആ ഒരു സമർപ്പണവും ആ സഹനത്തിലുള്ള ഭാഗഭാഗിത്വവും പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഹനുവേലിൻ്റെ പുത്രിയും
ആശേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 7 വർഷം മാത്രം ഭർത്തൃമതി, ഭർത്താവുണ്ടായിരുന്നു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും യെരുശലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. വളരെ സവിശേഷമായ ആ ഒരു സാഹചര്യമാണ്. സ്വർഗം എത്ര സൂക്ഷ്മതയോടെ ഈ ശമയോൻ്റെയും അന്നായുടെയും സാക്ഷ്യം ഇവിടെ അവിടെ നൽകിയിരിക്കുന്നു എന്നുള്ളത് നാം തീർച്ചയായും കാണേണ്ടതുണ്ട്. ഈ സാക്ഷ്യം തുടരാനുള്ള ദൗത്യം നമുക്കുണ്ട്. അതിനാവശ്യമായിരിക്കും നീതിമാനായിരിക്കുക, ദൈവഭക്തനായിരിക്കുക, പ്രതീക്ഷ കൈവിടാതെ പ്രത്യാശയോടെ ഈ ആശ്വാസം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുക, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരിക്കുക. അതാണ്. അപ്പോൾ കർത്താവായി സ്വീകരിച്ച് ഏറ്റുപറയുക. ഒരർത്ഥത്തിൽ യേശുവിനെ എടുത്തിങ്ങനെ ഉയർത്തുന്ന ശമയോൻ. അതുകൊണ്ടാണ് ക്രിസ്മസിൻ്റെ പ്രഖ്യാപനം എന്താണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ ഇവിടെ ഈ അത്യുന്നതങ്ങളിൽ സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വം എന്നുള്ളത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അത്യുന്നതങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ ഞാൻ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്ന, അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റിയിൽ, മുൻഗണനയിൽ ഒന്നാമത് നിർത്തിയിരിക്കുന്നത് ദൈവമഹത്വം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവന് മാത്രമേ സമാധാനം സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ. ദൈവം മഹത്വപ്പെടുത്തുന്ന ഇടങ്ങളിൽ മാത്രമേ സന്തോഷവും സമാധാനം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ഭൂമിയിൽ സമാധാനം അനുഭവിക്കാൻ യേശു ക്രിസ്തു അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. അവിടുത്തെ ദൈവ മഹത്വം നാം അംഗീകരിക്കേണ്ടതുണ്ട്. ആ നീതിയുടെ മാർഗങ്ങളിലൂടെ നാം ചരിക്കേണ്ടതുണ്ട് എന്ന് നാം പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിക്ഷേപപാത്രങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിക്ഷേപപാത്രങ്ങൾ നമുക്കെവിടെ? നമ്മളുടെ സമ്പത്ത് എവിടെയാണ്? അവിടെയാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? ദൈവത്തിൽ നിക്ഷേപം കണ്ടെത്തുന്നവനാണ് സമ്പന്നൻ. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ തുറക്കപ്പെടാത്ത നിക്ഷേപങ്ങളുണ്ടോ? ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടാത്ത നിക്ഷേപങ്ങളുണ്ടോ? അപ്പോൾ വിലപ്പെട്ടത് എന്ത് എന്ന് നാം തിരിച്ചറിയണം. ഒരിക്കലും വില നഷ്ടപ്പെടാത്തതെന്ത് എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ ജ്ഞാനികൾ അവിടെ നിക്ഷേപപാത്രങ്ങളുമായി വന്നു. ആ നിക്ഷേപപാത്രങ്ങൾ കാണിച്ചിട്ട് പോവുകയല്ല, മറിച്ച് നിക്ഷേപപാത്രങ്ങൾ തുറന്നു. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ തുറക്കപ്പെടാത്ത നിക്ഷേപങ്ങളുണ്ടോ? അതാണ്. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടാത്ത നിക്ഷേപങ്ങളുണ്ടോ? അതാണ്. എങ്കിൽ അവിടുന്ന് എൻ്റെ കർത്താവായി മാറിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളും എനിക്ക് ഇനിയും സമർപ്പിക്കാൻ അവശേഷിക്കുന്നു എന്നുള്ള ആ ഒരു സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ശമയോനും അന്നായിക്കുമുണ്ടായി. ഈ തിരിച്ചറിവ് പരിശുദ്ധ അമ്മയ്ക്ക്, വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ഉണ്ടായി. നമുക്ക് യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത്, എലിസബത്താണ് ആദ്യമായി പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ശിശു ദൈവപുത്രനാണ് എന്ന് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവളായി പ്രഖ്യാപിച്ചത്. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ കണ്ടതാണ്, ആ ദിവ്യപുത്രനെ കണ്ടതാണ്. എൻ്റെ കർത്താവ്, പരിശുദ്ധ അമ്മയെപ്പറ്റി എൻ്റെ കർത്താവിൻ്റെ അമ്മ. ശമയോൻ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ രക്തസാക്ഷിത്വത്തെപ്പറ്റി കൂടി സൂചിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് എത്രമാത്രം
സമാനതകളുള്ളതാണ് എന്ന്, ഒരേ യാഥാർത്ഥ്യം ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. എലിസബത്ത്, അങ്ങനെയാണ് എലിസബത്ത് ശക്തയായി തീർന്നത്. എലിസബത്ത് ഉണരുകയാണ്. മിണ്ടാതിരുന്നവൾ, മറ്റുള്ളവരിൽ നിന്നും പ്രത്യക്ഷപ്പെടാതെ പിന്മാറിയിരുന്നവൾ ദൈവത്തെ സ്തുതിക്കുന്നവളായി രൂപാന്തരപ്പെട്ടു. ഉദരത്തിൽ വളരുന്ന ശിശു പോലും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയും ഈ സ്തുതിപ്പിൽ തുള്ളിച്ചാടിക്കൊണ്ട് ഈ നിൽക്കുന്നവൻ രക്ഷകനാണ് എന്ന്, ഈ അമ്മയുടെ ഉദരത്തിൽ ഉള്ളവൻ രക്ഷകനാണ് എന്ന് അവൻ്റെ ഈ കുതിച്ചുചാട്ടത്തിലൂടെയാണ് എലിസബത്തിന് ബോധ്യപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ അമ്മയും, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം നിറവേറട്ടെ എന്നുള്ള പരിശുദ്ധ അമ്മയുടെ സമർപ്പണം, സ്വർഗീയ ദൂതനോടുള്ള പരിശുദ്ധ അമ്മയുടെ ആ ഒരു വിട്ടുകൊടുക്കലാണ്, സമർപ്പണമാണ്. അത് പുൽക്കൂട്ടിൽ തുടർന്നു, അത് കാനായിൽ തുടർന്നു, അത് കാൽവരിയിലും തുടർന്നു, അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് കർത്താവിൻ്റെ ദാസിയായി ഇപ്പോഴും സ്വർഗത്തിൻ്റെ സന്ദേശം അറിയിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ അവിടെയും ഇവിടെയും എല്ലാം പ്രത്യക്ഷപ്പെടും. ഓരോ കാലഘട്ടത്തിൻ്റെയും നൊമ്പരങ്ങൾ അറിഞ്ഞുകൊണ്ട് പലപ്പോഴും എന്താണ്, കണ്ണുനീരൊഴുക്കിക്കൊണ്ടും രക്തക്കണ്ണീരൊഴുക്കിക്കൊണ്ടും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നു. സ്വർഗത്തിൻ്റെ ഹിതം ഇപ്പോഴും പരിശുദ്ധ അമ്മ നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്ന്. വിശുദ്ധ യൗസേപ്പിനും ഇതുപോലെ സ്വർഗത്തിൻ്റെ ദൂത് കിട്ടിയ ആളാണ്. യൗസേപ്പിൻ്റെ ഏറ്റവും വലിയ ശക്തി മൗനം. അപ്പം മൗനം ഒരു ബലഹീനതയായി കരുതിയിരിക്കുന്ന ഒരു സമൂഹത്തിൽ ആരവങ്ങളാണ്, വാദപ്രതിവാദങ്ങളാണ്, ഒച്ചപ്പാടുകളാണ്, വാഗ്വാദങ്ങളാണ് വിജയിക്കാൻ ആവശ്യമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തിൽ യൗസേപ്പിൻ്റെ മൗനം നാം ധ്യാന വിഷയമാക്കണം. മുനിയുടെ ഭാവമാണ്, ഏറ്റവും വലിയ വാചാലതയാണത്. ദൈവവുമായി സംസാരിക്കാൻ ഈ ലോകത്തോടുള്ള, ഈ മറ്റുള്ളവരോടുള്ള ഈ തുറവി, ഈ സംസാരം വ്യർത്ഥമായ സംഭാഷണങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് യൗസേപ്പിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അത് വചനം ധ്യാനിച്ച് 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 എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ യൗസേപ്പ് യേശുവിനെ തിരിച്ചറിഞ്ഞവരാണ്, യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവരാണ്. എലിശുബ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. ആട്ടിടയന്മാരും ജ്ഞാനികളും യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. അവർ യേശുവിനെ ആരാധിച്ചു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സംസ്കാരം എന്താണ്? ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവർ ഈ ദിവ്യശിശുവിൽ ദിവ്യത്വം കണ്ടു. കാരണം സ്വർഗത്തിൻ്റെ വെളിച്ചവും സ്വർഗത്തിൻ്റെ അഭിഷേകവും ആ ഒരു വെളിപാട് ഈ പാവപ്പെട്ട ആട്ടിടയന്മാർക്കും ഈ ജ്ഞാനികൾക്കും പകർന്നു കൊടുത്തു. അതുകൊണ്ട് അവരഭിഷേകം പ്രാപിച്ചവരായി മടങ്ങി. ദൈവസന്നദ്ധിയിൽ നമസ്കരിക്കുന്നവൻ, ആരാധിക്കുന്നവൻ പുതിയ അഭിഷേകം പ്രാപിക്കും. പുതിയ വഴികൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കും. വേറെ വഴിയായി അവർക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുന്നു. അവർ പിന്നെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയില്ല. യേശുക്രിസ്തുവിനെ ദൈവത്തിനെതിരായുള്ള പ്രവർത്തനങ്ങളിൽ, പ്രലോഭനങ്ങളിൽ, അവരുടെ കൽപ്പനകളിൽ വീഴാതെ അവർ വേറെ വഴികൾ കണ്ടെത്തി സാക്ഷ്യജീവിതം നയിക്കാൻ തയ്യാറായി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഒന്നുകൂടി നാം പ്രത്യേകിച്ച് ഓർമ്മിക്കണം. യേശുക്രിസ്തുവിൻ്റെ ഹൃദയം കണ്ടവർക്ക് മാത്രമേ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ തന്നെ സമർപ്പിക്കാൻ സാധിക്കൂ. യേശുക്രിസ്തുവിൻ്റെ ഹൃദയം കണ്ടവർ, പരിശുദ്ധ അമ്മയാണ് ആ ഹൃദയം ഏറ്റവും നന്നായി കണ്ടത്. ഈ മനുഷ്യനായി ലോകത്തിൽ മിടിച്ചു തുടങ്ങിയ ഹൃദയം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തോട് ചേർന്നാണ് മിടിച്ചുകൊണ്ടിരുന്നത് 9 മാസവും. അതിനുശേഷം ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോഴെല്ലാം ആ തിരുഹൃദയം നിശ്ചലമാകുന്ന മുഹൂർത്തം വരെയും ആ ഹൃദയത്തെ പരിശുദ്ധ അമ്മ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരുന്നു. ആ ഹൃദയത്തിൻ്റെ താളങ്ങൾ പരിശുദ്ധ അമ്മ ഉൾക്കൊണ്ടിരുന്നു. അതിനുശേഷം ഉദ്ധിതനായ യേശുവിൻ്റെ ഹൃദയഭാവങ്ങളും
അതുപോലെ ഉൾക്കൊള്ളുന്നവളാണ് പരിശുദ്ധയമ്മ. ആ ഹൃദയം കണ്ടവനാണ് യോഹന്നാൻ ശ്ലീഹ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിന്, യോഹന്നാൻ്റെ ആ പ്രബോധനത്തിന് ഒക്കെ വ്യത്യസ്തതയുണ്ട്. അവർ പ്രത്യേകമായൊരു ആഴമുണ്ട്, പ്രത്യേകമായൊരു ചൈതന്യമുണ്ട്, സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നു. നമ്മളുടെ അപ്പോസ്തലനായ തോമാസ് ശ്ലീഹ ഈ തുറക്കപ്പെട്ട ഹൃദയം കണ്ടവനാണ്. അപ്പോൾ ചിമ്മിയിരുന്ന കണ്ണുകൾ വിടർന്നത് ആ ഹൃദയം കണ്ടാണ്. തുറക്കപ്പെട്ട വിലാപ്പുറവും തിരുമുറിവുകളും കണ്ടാണ്. ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ അരുവിയുടെ ആ ഒരു പ്രവാഹത്തിൽ അവൻ അണിചേർന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ കാഴ്ച കണ്ടിട്ട് വിടർന്ന കണ്ണുകളുമായിട്ടാണ് തോമാസ് ശ്ലീഹ നമ്മുടെ നാട്ടിലേക്ക് വന്നത് എന്ന്. ആ മുഖത്തേക്ക് നോക്കി ആർക്കും പറയുക സാധ്യമല്ല യേശുക്രിസ്തു ഇവിടെ ഇല്ല എന്ന്, യേശുക്രിസ്തു ഉയർത്തില്ല എന്ന്, അവൻ പറയുന്നത് അസത്യമാണ് എന്ന് ആർക്കും പറയുക സാധ്യമല്ല. അതിൻ്റെ ഫലമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള പ്രഖ്യാപനം. യേശുവിൻ്റെ ഹൃദയം കാണുന്നവർ, പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ഈ കർത്തൃത്വം ഏറ്റുപറഞ്ഞ് അവിടുത്തെ സന്നദ്ധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാകും എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള നമ്മളുടെ ഈ ധ്യാനത്തിൽ പ്രത്യേകിച്ചും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാൻ അവിടുത്തെ രക്ഷകനായി, അവിടുത്തെ കർത്താവായി തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് നമുക്ക് പ്രത്യേകിച്ച് ഓർമ്മിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവേ, പിതാവിൻ്റെ വലിയ സ്നേഹമായി, കരുണയായി അവിടുന്ന് ലോകത്തിലേക്ക് അവതീർണനായി. ഒരു മനുഷ്യ ശിശുവായി അവിടുന്ന് അവതീർണനായി. ഈ ശിശുവിൽ ദൈവത്തെ കാണാൻ, രക്ഷകനെ കാണാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രത്യാശയോടെ കാത്തിരുന്ന ശമയോനെ പോലെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദേവാലയം വിട്ടുപോകാതെ കാത്തിരുന്ന അന്നയെപ്പോലെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവളായി യേശുവിനെ തിരിച്ചറിഞ്ഞ എലിസബത്തിനെ പോലെ യേശുവിനെ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ രക്ഷകൻ്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, ഞങ്ങളുടെ ദിനചര്യകളിൽ മാറ്റം വരുത്താൻ, ഞങ്ങളുടെ സമീപനങ്ങളിൽ മാറ്റം വരുത്താൻ, ഞങ്ങൾക്ക് വ്യത്യസ്തമായ ദൈവിക ശുശ്രൂഷയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ ആവശ്യമാകുന്ന സ്വർഗീയ അഭിഷേകം നൽകി ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടർന്ന് വിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂടെ ഈ അനുഭവത്തിലേക്ക് കടന്നു വരാനും ആ തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഇരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിത്തോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിത്തോനും സർവശക്തനും, നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും
വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. 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 ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. 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 നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന കർത്താവിലേക്ക് വിശ്വാസത്തോടെ നമുക്ക് ഉറ്റുനോക്കാം. സ്വന്തം ഭവനത്തിൽ കടന്നു വന്ന കർത്താവിൻ്റെ പാദത്തിങ്കലിരുന്ന് തിരുമുഖത്തേക്ക് നോക്കി അവിടുത്തെ സ്നേഹം അനുഭവിച്ച് അവിടുന്ന് ഉരുവിട്ട ഓരോ വചനവും ഹൃദയത്തിൽ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ആ തിരുമുഖത്തിൽ നിന്നും ഹൃദയപൂർവ്വം പഠിക്കാൻ കാത്തിരുന്ന ലാസറിന്റെ സഹോദരി മറിയത്തെ പോലെ വേദനയുടെ മരണത്തിൻ്റെ നിരാശയുടെ മുഹൂർത്തത്തിൽ മാർത്ത ഓടിച്ചെന്ന് മറിയത്തോട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഗുരു വന്നിട്ടുണ്ട്, എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. ഒരു പുതുജീവനിലേക്ക് കടന്നു വരാൻ, പാപമരണത്തിൽ നിന്ന് വിടുതൽ നേടാൻ, പുതിയൊരു സാക്ഷ്യത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാൻ. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ വലിയ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങയെ ഗ്രഹിക്കാൻ, അങ്ങയെ അറിയുവാൻ, അങ്ങയെ അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ കർത്താവേ, പലപ്പോഴും നിന്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവിടുത്തെ സ്പർശനം എനിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. എല്ലാം സ്വാഭാവികം, എല്ലാം യാദൃച്ഛികമെന്ന് ഞാൻ തെറ്റിദ്ധരിക്കാനിടയാവുന്നു. വ്യക്തികളിലൂടെ, സംഭവങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെയെല്ലാം അവിടുന്ന് ഇടപെടുന്നത് തിരിച്ചറിയാൻ സാധിക്കാതിരുന്ന ഓരോ സന്ദർഭത്തെയും ഓർത്ത് ഞാൻ മാപ്പിരക്കുന്നു.
അങ്ങേ എനിക്ക് കാണണം, തിരിച്ചറിയണം. അവിടുന്ന് കരം പിടിച്ച് നടത്തിയ പാതകളിലേക്ക് പിന്തിരിഞ്ഞു നോക്കി, അവിടുത്തെ സ്നേഹവായ്പ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ശേഖരിക്കണം, കവിഞ്ഞൊഴുകണം. ബേത്ലഹേമിൽ പിറന്ന ഒരു ശിശു ദൈവപുത്രനാണ് എന്ന് ആ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. ആരാധനയ്ക്ക് അർഹനാണ് എന്ന് ജ്ഞാനികളും ആട്ടിടയന്മാരും തിരിച്ചറിഞ്ഞു. എന്നാൽ ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കാട്ടാൻ നിയോഗം ലഭിച്ച ഒരു പുരോഹിതനുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ രക്ഷകന്റെ മുഖം കാണാൻ വേണ്ടി തീവ്രമായ ആഗ്രഹത്തോടെ കാത്തിരുന്ന, കാണാൻ കൊതിച്ച കണ്ണുകൾ ശിമെയോൻ പ്രത്യാശ പുലർത്തിയിരുന്നവനാണ്. ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനാണ്. അവൻ നീതിമാനായിരുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു. അവന് മാത്രമേ ആ തിരുമുഖം കാണാൻ കഴിയൂ, തിരിച്ചറിയാൻ കഴിയൂ. ദൈവത്തെ തിരിച്ചറിയാൻ നീതിമാനെ കഴിയൂ. യൗസേപ്പ് എന്ന നീതിമാൻ ദൈവത്തെ സ്വീകരിച്ചു, യേശുവിനെ സ്വീകരിച്ചു, അതിനുവേണ്ടി തന്നെ സമർപ്പിച്ചു. ശിമെയോൻ എന്ന നീതിമാൻ യേശുവിനെ തിരിച്ചറിഞ്ഞ് ഉറക്കെ പ്രഖ്യാപിച്ചു, ഇനിയും എന്നെ സമാധാനത്തിൽ വിട്ടയക്കണമേ. മനോഹരമായ പ്രാർത്ഥനയാണ്, ആത്മസംതൃപ്തിയുടെ പ്രാർത്ഥനയാണ്, തലമുറകൾക്കൊരു ഉദ്ഘോഷണമാണ്. തലമുറകൾ കാണാൻ കൊതിച്ചിരുന്നവൻ എൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം വേണം, യേശുവിനെ കാണാൻ. അവനെ കാണാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറയാനിടയാവരുത്. അവനെ കണ്ടാലേ അവനെ തിരിച്ചറിഞ്ഞ കണ്ണുകൾക്ക് മാത്രമേ ഇന്ന് മനുഷ്യരെ സഹോദരങ്ങളായി തിരിച്ചറിയാൻ സാധിക്കൂ. അവരിൽ ദൈവത്തിന്റെ മുഖം കാണാൻ സാധിക്കുള്ളൂ. അവർക്ക് മാത്രമേ ഈ മണ്ണിനെ കാണേണ്ടതുപോലെ കാണാൻ സാധിക്കുള്ളൂ. ഭൗതിക വസ്തുക്കളെ കാണേണ്ടതുപോലെ കാണാനും സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാനും സാധിക്കുള്ളൂ. അത് വെറും കാഴ്ചയല്ല, ദൈവമായി തിരിച്ചറിഞ്ഞു. ബാക്കി എല്ലാവരും യേശുവിൽ ഒരു മനുഷ്യനെ കണ്ടു, ഒരു മനുഷ്യ ശിശു. എന്നാൽ നീതിമാനായ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായ, പ്രത്യാശയോടെ കാത്തിരുന്നവനാണ്, തീവ്രമായി ആഗ്രഹിച്ച് കാത്തിരുന്നവനായ ശിമെയോൻ ആ മനുഷ്യ ശിശുവിൽ യേശുവിനെ കണ്ടു, രക്ഷകനെ കണ്ടു. ആ രക്ഷകനെ ഉയർത്തിക്കാട്ടി, തലമുറകൾക്ക് ഉയർത്തിക്കാട്ടി. ഒരു ജീവിതത്തിൻ്റെ സായുജ്യം അവിടെയാണ്. ഓരോ ജീവിതത്തിൻ്റെയും ലക്ഷ്യം അതാണ്, സംതൃപ്തി അവിടെയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ദൈവത്തെ ഉയർത്തിപ്പിടിക്കുക. യേശുവിനെ കർത്താവായി, രക്ഷകനായി സ്വീകരിക്കുന്നവന് മാത്രമേ ഈ പ്രഖ്യാപനം നടത്താൻ സാധിക്കുള്ളൂ. എൻ്റെ ദൈവമേ, ഈ തീവ്രമായ ആഗ്രഹം തരണമേ. ഈ ആഗ്രഹത്തോടെ കാത്തിരുന്ന 84 വയസ്സുള്ള വിധവയായ പ്രവാചിക, അന്ന പ്രവാചിക,
7 വർഷം മാത്രം ഭർത്താവിനോടൊപ്പം താമസിച്ചതിന് ശേഷം വിധവയായി വൈധവ്യത്തിൽ ദേവാലയം വിട്ടുപോകാതെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കാത്തിരുന്ന പുണ്യവതിയായ ഹന്ന യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശുവിനെ പറ്റി കണ്ടവരോടെല്ലാം പറഞ്ഞു. വിശുദ്ധ കുർബാന അർപ്പണത്തിൽ അപ്പമെടുത്തുയർത്തിക്കൊണ്ട് ഇതെന്റെ ശരീരമാകുന്നു എന്ന് ഏറ്റുപറയുന്ന പുരോഹിതൻ അവിടുത്തെ തിരുശരീരവും തിരുരക്തവും ഉയർത്തി ഇത് അപ്പവും വീഞ്ഞുമല്ല, ഇത് കർത്താവാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആ പുരോഹിതന്റെ ദൗത്യം, ശമയോൻ നിറവേറ്റിയ ദൗത്യത്തിന്റെ തുടർച്ചയാണ്. ആ ഉയർത്തപ്പെടുന്ന അപ്പത്തിലേക്ക് നോക്കി ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്ന ഈ തിരുവോസ്തിയിലേക്ക് നോക്കി ഇത് കർത്താവാണ് എന്ന് ഏറ്റുപറയാൻ, എന്റെ രക്ഷകനാണ് എന്ന് ഏറ്റുപറയാൻ, ജീവനുള്ള ദൈവമാണ് എന്ന് ഏറ്റുപറയാൻ, തലമുറകളുടെ ആശ്വാസമാണ് എന്ന് ഏറ്റുപറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റ് ചൊല്ലുക. എന്റെ രക്ഷകനായ ദൈവമേ, എന്റെ രക്ഷകനായ ദൈവമേ, അങ്ങേ എന്റെ ഏക രക്ഷകനായി, എന്റെ ഏക കർത്താവായി ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ ഏറ്റുപറയുന്നു. സാത്താനെയും അവന്റെ എല്ലാ വഴികളെയും അവന്റെ പ്രബോധനങ്ങളെയും അവന്റെ ആഡംബരങ്ങളെയും അവന്റെ ശക്തികളെയും അവന്റെ കൂട്ടാളികളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു, ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. എന്റെ രക്ഷകനായ യേശുവേ, അങ്ങേ എന്റെ രക്ഷകനായി, എന്റെ കർത്താവായി ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്തു രക്ഷകനെ നമ്മിലേക്ക് രക്ഷകാ, കർത്താവേ നാഥനേ, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. അവിടുത്തെ ഹൃദയം കണ്ടവർക്കാണ്. ഹൃദയം തുറന്നു കൊടുത്ത് അവിടുത്തെ സ്വീകരിക്കാൻ സാധിക്കുക.
ഹൃദയത്തെ നിർമ്മലമാക്കിക്കൊണ്ട് യേശുവിൻ്റെ ഹൃദയഭാവങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയം അവിടുത്തെ ഹൃദയം പോലെയാക്കണമേ. ആ മാറിടത്തിലേക്ക് ആശ്രയബോധത്തോടെ ചാരിക്കിടന്ന യോഹന്നാൻ കുർബാനമേശയിലാണ് ആ സമർപ്പണം നടത്തിയത്. അത് സമർപ്പണത്തിൻ്റെ മനോഹരമായ മാതൃകയാണ്. തൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. തൻ്റെ ബുദ്ധിയും തൻ്റെ ചിന്തകളും തൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങളും യേശുവിൻ്റെ ഹൃദയത്തിൽ സമർപ്പിച്ചു. ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശുദ്ധീകരിച്ചു. ചെറുപ്പക്കാരനായ ബുദ്ധിമാനായ യോഹന്നാൻ വ്യത്യസ്തനായി തീർന്നത് ഈ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നപ്പോഴാണ്. ആ ഹൃദയത്തിൻ്റെ മിടിപ്പുകളിൽ യോഹന്നാന്റെ ഹൃദയവും ചിട്ടപ്പെട്ടു. സ്നേഹത്തിൻ്റെ സംഗീതം യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് മുഴങ്ങുന്നത് സ്നേഹത്തിൻ്റെ താളമാണ്. ആ താളത്തിൽ ജീവിതത്തെ സ്നേഹത്തിൻ്റെ സംഗീതമാക്കി മാറ്റാൻ യോഹന്നാൻ ശ്ലീഹായിക്ക് സാധിച്ചു. അന്നു മിടിച്ച ആ ഹൃദയം പിളർക്കപ്പെടുന്നത് പിറ്റേ ദിവസം കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അമ്മയോട് ചേർന്ന് അവൻ സൂക്ഷിച്ചു കണ്ടു. എനിക്ക് വേണ്ടി മിടിക്കുന്ന ഹൃദയം എനിക്ക് വേണ്ടി പിളർക്കപ്പെട്ടിരിക്കുന്നു. ആ ഹൃദയം തുറന്നു കിടക്കുകയാണ് ലോകത്തിന് മുഴുവനും വേണ്ടി. പുൽക്കൂട് പോലെ, വാതിലുകളില്ലാത്ത പുൽക്കൂട് ലോകത്തെ മുഴുവനും തന്നിലേക്ക് ആകർഷിച്ചു. ആർക്കും കടന്നു വരാം. യേശുവിൻ്റെ ഹൃദയത്തിൽ വ്യവസ്ഥകളില്ലാതെ എല്ലാവർക്കും ഇടമുണ്ട്. ആ ഹൃദയത്തോട് എൻ്റെ ഹൃദയം ചേർത്ത് വയ്ക്കണം. അവിടുന്ന് പറഞ്ഞു, എനിക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിൻ്റെ പൂർണ്ണത, സ്നേഹത്തിൻ്റെ അവസാനം, അത് ഗോകുൽത്തായിൽ പിളർക്കപ്പെട്ട ഹൃദയം എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തുകൊണ്ടാണ്. രണ്ടാമതായി, അവസാനം വരെ, ലോകത്തിൻ്റെ അവസാനം വരെ ഈ ഹൃദയം പങ്കുവെച്ചുകൊണ്ടേ ഈ അൾത്താരയിൽ ഇറങ്ങി വസിച്ചുകൊണ്ട് അവിടുന്ന് അവിടുത്തെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തെ തുറക്കണമേ, എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. എൻ്റെ ഹൃദയത്തെ പുനഃസൃഷ്ടിക്കണമേ. നേരായൊരു നൽ മാനസം പരിശുദ്ധാത്മാവിനാൽ പുതുക്കണമേ. തീർത്തരുൾകെന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ.
നേരായൊരു ഒരു പുൽക്കൂടായി, മാനസവും ഒരു ഭവനമായി ബലഹീനനായ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. തീർത്തരുൾകെന്നിൽ ദേവാ, തീർത്തരുൾകെന്നിൽ ദേവാ. ഈ തുറക്കപ്പെട്ട ഹൃദയം കാണുന്നത് വരെയും ശിഷ്യന്മാർക്ക് സമാധാനം കിട്ടിയില്ല. ഉദ്ധിതനായ യേശു പ്രത്യക്ഷപ്പെട്ടു, അവർക്ക് സമാധാനം ആശംസിച്ചു. സമാധാനം പൂർണ്ണമാകുന്നില്ല എന്ന് കണ്ടുകൊണ്ടാവണം യേശു തൻ്റെ തിരുമുറിവുകളും വിലാപ്പുറവും കാണിച്ചു കൊടുത്തു. നിങ്ങൾക്ക് സമാധാനം എന്നാവർത്തിച്ചു. ഈ തിരുമുറിവുകളാൽ നിങ്ങൾക്ക് സമാധാനം. ഈ മുറിവുകൾ ആരംഭിക്കുന്നത് പുൽക്കോട്ടിലാണ്, നമുക്ക് ഓർമ്മിക്കാം. യേശുക്രിസ്തുവിൻ്റെ ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ ഈ അടയാളങ്ങൾ നമുക്ക് സമാധാനം നൽകുന്നു. ആ തുറക്കപ്പെട്ട വിലാപ്പുറം നമുക്ക് സമാധാനം നൽകുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. എൻ്റെ ഹൃദയത്തിൽ എന്താണുള്ളത് അതാണ് എൻ്റെ അത്യുന്നതം. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് മഹത്വം. സാത്താനെ ബഹിഷ്കരിച്ച് ദൈവത്തിന് വസിക്കാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നതിലൂടെ എൻ്റെ ഹൃദയത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിലൂടെ അവൻ സമാധാനം അനുഭവിക്കുന്നു. അവൻ സമാധാനത്തിൻ്റെ മാധ്യമമായി തീരുന്നു. അവൻ കടന്നു ചെല്ലുന്ന എല്ലായിടത്തും സമാധാനം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ അപ്പോസ്തലനായ തോമാശ്ലീഹ, പ്രിയപ്പെട്ടവരെ, ഈ വിലാപ്പുറം കാണുന്നത് വരെയും അസ്വസ്ഥനായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് പറഞ്ഞെങ്കിലും കാണാൻ സാധിക്കാതിരുന്ന അവന് അസ്വസ്ഥനായിരുന്നു. പറഞ്ഞു കേട്ടുൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നല്ല, എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് തൊട്ടറിഞ്ഞ് അനുഭവിച്ച് അറിഞ്ഞ് ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ യേശു അനുഭവം. ഒരാഴ്ച കരഞ്ഞ് 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 കാത്തിരുന്ന തോമാശ്ലീഹായുടെ കണ്ണുകൾ നിറയ്ക്കുന്ന അനുഭവം. ഉദ്ധിതനായ യേശു ശിഷ്യന്മാരിൽ ആദ്യം പേര് ചൊല്ലി വിളിക്കുന്നത് അവിടുത്തെ ഉദ്ധിതനായ യേശുവിനെ അന്വേഷിച്ചിരുന്ന, കാത്തിരുന്ന, കണ്ണുനീരോടെ കാത്തിരുന്ന തോമാശ്ലീഹായെയാണ്. അവൻ അടുത്തു വരാൻ ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ സന്നദ്ധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഹൃദയം കണ്ടില്ലേ? ഹൃദയം കണ്ടില്ലേ? എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന ഹൃദയം പ്രകാശിതമായ തിരുമുഖത്തേക്ക് അവൻ നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ ഹൃദയത്തിലേക്ക് അവൻ നോക്കി. ചിമ്മിയിരുന്ന കണ്ണുകൾ വിടർന്നു. ഒരത്ഭുതത്തോടെ, ഒരാഹ്ലാദത്തോടെ, ലോകത്തെ മുഴുവനും കോരിത്തരിപ്പിക്കുന്ന, തലമുറകളെ കോരിത്തരിപ്പിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമായി അത് കവിഞ്ഞൊഴുകി. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ആരിലാണ് ആ വിശ്വാസ പ്രഖ്യാപനം അഭിഷേകം പകരാത്തത്? അവൻ സാക്ഷിയായി, അവൻ രക്തസാക്ഷിയായി. ഹൃദയം കണ്ടവനായ തോമസ് നമ്മുടെ നാട്ടിലേക്ക് വന്നു. അവൻ കണ്ട ഹൃദയം കാട്ടിത്തന്നു. അവന്റെ ഹൃദയവും പിളർക്കപ്പെടാൻ അവൻ തന്നെ സമർപ്പിച്ചു.
അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ പങ്കാളിയാവാനും രക്ഷണീയ കർമ്മങ്ങളിൽ പങ്കാളികളാകാനും നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, 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 എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ഈ മുദ്രകൾ നാം ഏറ്റുവാങ്ങണം. മറ്റൊരു ക്രിസ്തുവായി തീർന്ന സ്നേഹത്തിൻ്റെ പാട്ടുപാടിയായി തൻ്റെ ജീവിതം തന്നെ സ്നേഹത്തിൻ്റെ സംഗീതമാക്കി മാറ്റിയ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ക്രിസ്തുവിൻ്റെ മുദ്രകൾ പേറി എനിക്കും നിങ്ങൾക്കും യേശുവിൻ്റെ അടയാളങ്ങൾ വേണം. എൻ്റെ ദൈവമേ, അവിടുത്തെ കരുണ ചൊരിയണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. മറ്റുള്ളവർക്ക് എന്നിൽ ക്രിസ്തുവിനെ കാണാൻ സാധിക്കത്തക്കവണ്ണം അവിടുത്തെ മുദ്ര എന്നിൽ പതിക്കണമേ. ഈ ദിവ്യകാരുണ്യ ആശീർവാദം ആ മുദ്രകൾ നമ്മൾ പതിക്കാനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും എളിമയോടെ വിശ്വാസത്തോടെ നമുക്ക് സമർപ്പിക്കാം. ആയിരുന്നൂനും ആയിരിക്കുന്നൂനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നൂനും ആയിരിക്കുന്നൂനും വരുവാനിരിപ്പോനും സർവശക്തനും, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നൂനും ആയിരിക്കുന്നൂനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നൂനും ആയിരിക്കുന്നൂനും വരുവാനിരിപ്പോനും സർവശക്തനും, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. 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 നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരണ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരണ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരണ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.